ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രം പട്ടാമ്പി ഗൈസ്. ഇതാണ് കേട്ടോ എൻ്റെ പട്ടാമ്പിയിലെ വീട്. പട്ടാമ്പി ശരിക്കും ഒരു അടിപൊളി വൈബാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ തറവാട്, എൻ്റെ വലിയമ്മയുടെ വീട്, എൻ്റെ മേമ്മമാരുടെ വീട്. ആകെ മൊത്തം ഒരു ഫാമിലി ഹബ് ഏരിയയാണത്. ഇന്നത്തെ വ്ളോഗ് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് എൻ്റെ ഫാമിലീനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആദ്യം എൻ്റെ അച്ഛൻ, എൻ്റെ എല്ലാമായ എൻ്റെ അച്ഛൻ. Gem of a human. I'm my daddy's little princess. നിങ്ങൾ എൻ്റെ വ്ളോഗിൽ അധികം കാണുന്നത് അമ്മേനെയാണ്, അച്ഛനെ അല്ല. കാരണം അച്ഛൻ ഇപ്പോൾ ഫിസിക്കലി നമ്മുടെ കൂടെ ഇല്ല. അതേപോലെ നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ലാത്ത ഒരാളാണ് അമ്മ. ദിബിൻസ് അമ്മ, മായി അമ്മ. Gem of a human, my bestie. എൻ്റെ ലൈഫിലെ പില്ലേഴ്സ് ആയിരുന്നു ഇവർ രണ്ടുപേരും. സ്ട്രെങ്ത് ആയിരുന്നു ഞങ്ങളുടെ ഹോൾ ഫാമിലിയുടെ. ഇവരിൽ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോണ്ടല്ലോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഹ്യൂമൻ ലൈഫ് ഇസ് വെരി വെരി ഷോർട്ട്. അതുകൊണ്ട് ഉള്ള കുട്ടി സമയം നമുക്കിഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇഷ്ടമുള്ള പോലെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാം. ഹാവിങ് സെഡ് ദാറ്റ്, നമുക്ക് ഇന്നത്തെ വ്ളോഗ് തുടങ്ങിയാലോ? വെൽക്കം ടു ടിയാമോ വ്ളോഗ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സൂപ്പർ സുഖമായിരിക്കുന്നു. ഞാൻ ഇപ്പോൾ നാട്ടിലാണുള്ളത്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗ്സൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ നാട്ടിൽ പട്ടാമ്പിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ. നമ്മൾ നാട്ടിൽ വരുമ്പോഴേ നമ്മൾ ചില ഇവൻറ്റ്സ്, നമ്മുടെ ഹൈലൈറ്റ് ഇവൻറ്റ്സ് ആയിരിക്കും നമ്മളിങ്ങനെ ലുക്ക് ഫോർവേഡ് ചെയ്യണം. അങ്ങനത്തെ ഒരു ലുക്ക് ഫോർവേഡ് ചെയ്യണ ഇവൻ്റാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എൻ്റെ അനിയൻ്റെ പേരാണ് മനു. മനു ഈസ് സെറ്റിൽഡ് ഇൻ ഗുജറാത്ത് വിത്ത് ഹിസ് ഫാമിലി. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇല്ലോൻ്റെ പേരാണ് ശിഖ. അവർക്ക് 2 കുട്ടികളാണ് ഉള്ളത്, ആസ്ത ആൻഡ് അൻവിത. അൻവിത കുഞ്ഞു ബേബിയാണ് കേട്ടോ, 1.5 മാസം ആവണേ ഉള്ളൂ. അപ്പോൾ അൻവിത ജനിച്ച സമയത്ത് നമുക്കൊരു ഫാമിലി എമർജൻസി ഉണ്ടായി. അതുകൊണ്ട് അൻവിതയുടെ 28 ഫംഗ്ഷൻ നമുക്ക് പ്ലാൻ ചെയ്ത പോലെ നടത്താൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ നെതർലാൻഡ്സിൽ നിന്ന് നാട്ടിലേക്ക് വരാനുള്ള ഒരു പ്ലാൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി, ഈ പരിപാടി നമുക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ട് നാട്ടിൽ പട്ടാമ്പിയിൽ വീട്ടിൽ വെച്ച് നടത്താം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാമല്ലോ. പിന്നെ വീട്ടിലെ എല്ലാവരെയും കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് ഗെറ്റ് ടുഗെദറും ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തുണ്ടായ ഒരു ഇവൻ്റാണ് ഇന്നത്തെ വ്ളോഗ്. ഒരു കുഞ്ഞ് ഇവൻ്റാണ്, വീട്ടിലുള്ള ഒരു കുട്ടി ഗെറ്റ് ടുഗെദറാണ്. എല്ലാവർക്കും വരാൻ സാധിച്ചിട്ടില്ല, പെട്ടെന്നുണ്ടായ ഒരു പ്ലാനായുണ്ട്. പക്ഷെ വരാൻ സാധിച്ച എല്ലാവരെയും ഞാൻ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാം. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതേ കേരളത്തിലെത്തി, നാട്ടിലെത്തി. ഇതാണ് മനു, എൻ്റെ ബ്രദർ. ഇതാണ് പോക്കിരി, ഞങ്ങളുടെ പോക്കിരി. ആരാണിത്? പോക്കിരി. സോ ഹർ നെയിം ഈസ് പോക്കിരി. നമ്മളിപ്പോൾ പട്ടാമ്പിയിൽ ഷോപ്പിങ്ങിന് പോവാണ്. കാരണം നാളെ നമ്മുടെ അൻവിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ എന്താ പറയുക 28 പോലത്തെ ഒരു ഫംഗ്ഷനാണ്. 28 ഡേയ്സ് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയും ഗ്യാദർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. അപ്പം നാളെ ഒരു ഫാമിലി ഫംഗ്ഷനാണ്, അതിൻ്റെ ഷോപ്പിങ്ങിന് പോവാണ്. ഈ വണ്ടിയിൽ ഇപ്പം ഞാൻ, മനു, ദിബിൻ, പിന്നെ മനുവിൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അവർ ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്, സമീർ ഭായ്, മേഹുൽ ഭായ്. അവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം, പിന്നീട് അവർ ഈ വ്ളോഗിൽ കാണുന്നതായിരിക്കും. പക്ഷെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ദുബായ് ഗോൾഡിലാണ്. ദുബായ് ഗോൾഡിൽ വന്നത് അൻവിക്കുട്ടിക്ക് നാളത്തെ ഫംഗ്ഷനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രേസ്ലെറ്റ് വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അൻവിക്കുട്ടിക്ക് മാത്രമല്ല കേട്ടോ ഗിഫ്റ്റ് വാങ്ങിച്ച്, ആസ്തക്കുട്ടിക്കും നമ്മൾ ഗിഫ്റ്റ് വാങ്ങി. ഒരാൾക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് വാങ്ങണമെന്ന് എനിക്കിഷ്ടമല്ല. 2 പേരും എൻ്റെ കുട്ടീസാണ്, അപ്പോൾ 2 പേർക്കും ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. പോരാത്തന്നെ എനിക്കും ഗിഫ്റ്റ് വാങ്ങി. അങ്ങനെ ദീപക്കുട്ടിക്കും 2 മൂക്കുത്തി നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. എപ്പോഴെങ്കിലും ഞാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കാണിച്ചു തരാം ആ മൂക്കുത്തീസ്. അപ്പോൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. നമുക്ക് ഇനിയും കുറച്ച് ഷോപ്പിംഗ് ചെയ്യാണ്ട് നാളത്തെ പരിപാടിക്ക്. വീട്ടിലുള്ളൊരു ഫാമിലി ഗെറ്റ് ടുഗെദറാണ്, ചെറിയൊരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രോസറി എന്ന് പറയാൻ പറ്റില്ല, കട്ട്ലറി ഐറ്റംസും കൂടി വാങ്ങാണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഞാനും ദിബിനും. മീൻവെൽ മനുവിൻ്റെ ഫ്രണ്ട്സും വേറെ അവരുടെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റിലയൻസ് ട്രെൻഡ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം അവരൊക്കെ വന്നു. ഏകദേശം ഈവനിങ് സമയമായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അബീസ് ചായ കടയിൽ പോയി. അബീസ് ക്വൈറ്റ് പോപ്പുലർ സ്പോട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പട്ടാമ്പിയിൽ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അവിടുത്തെ സ്നാക്സൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കും ദിബനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ലോക്കൽ ഫുഡ് ജോയിൻസിൽ പോയിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫാൻസി റെസ്റ്റോറൻറ്റ്സിൽ പോലും ഇത്ര ടേസ്റ്റി സാധനങ്ങൾ കഴിക്കാൻ കിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, മനുവിൻ്റെ 2 ഫ്രണ്ട്സ് ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സമീർ ഭായ്, ആൻഡ് ഇതാണ് നമ്മുടെ മേഹുൽ ഭായ്.
അപ്പൊ നമ്മളിപ്പോ മേഹുൽ ഭായി സമീർ ഭായി ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കാരണം നാളത്തെ ഗ്രൂമിംഗ്. ഹായ് മേഹുൽ ഭാई. हाय सबीर भाई. हाय हेलो. अभी ये व्लॉग ना हिंदी गुजराती मलयालम मिक्स व्लॉग है. मोबाइल कवर शाहरुख खान का फोटो है ना आपके पास? शाहरुख खान बन गया ना मेहुल भाई. जय माता दी. समीर भाई को नहीं जाना? अच्छा आप क्या समीर भाई आप वैसे भी ना संजय दत्त का पुराना वर्जन दिख रहा है. उन्हीं की बुआ मुड़ी मुड़ के മുടി ശരിയാക്കണം. എനിക്ക് ബാർബർ ഷോപ്പിൽ നിന്ന് പോയാൽ ശരിയാവും. എനിക്ക് I don't like it, you know. I have to go to Mumbai to fix some hairs. But why? But why? Because I have some funds to fix my hair. इसलिए not because I want to fix Because my I can hair. afford. Because you can afford. ഫണ്ട്സ് ഇല്ലെങ്കിൽ എന്ത് അറിയോ? But that is also. അല്ല അപ്പൊ നമുക്ക് മുംബൈ പോകേണ്ട ആവശ്യമില്ല. അതല്ല ഫണ്ട്സ് ഉള്ളപ്പോ ഫിക്സിംഗ് ഉണ്ടായിരുന്നില്ല. ആ അപ്പൊ മുട്ടടിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട്സ് അവൈലബിൾ ആണെങ്കിൽ ഇപ്പൊ ചെയ്യാനും പറ്റില്ല. ഉണ്ടാക്കിയതൊക്കെ വെറുതെ ഞാൻ എവിടെ കൊണ്ട് കളയും അല്ലേ? മാറ്റാൻ പറ്റാത്ത അവസ്ഥയായി പോയി. സോ യു ഹാവ് ഓഫർ. you can fund me. കുറച്ച് പിന്നെ പറയാൻ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കുറച്ച് പിന്നെ ദുബായ് കൊണ്ടത് പോയിരുന്നു. അവിടെ ഇറക്കിയിട്ട് ടോപ്പിക്കിന്റെ ട്രാൻസിഷനെ മുടിയുള്ള ഒരു ഹെയർ കട്ട് ഡിസ്കസ് ചെയ്യുന്നു, മുടിയില്ലാത്തൊരു ഹെയർ ഫിക്സിംഗ് ഡിസ്കസ് ചെയ്യുന്നു. എന്തായാലും സമീർ ഭായിനെയും മേൽ ഭായിനെയും നമ്മൾ ഹെയർ സലോണിൽ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് കൊപ്പൻസ് മോളിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നാളത്തെ വീട്ടിലെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിന് വന്നതാണ്. ഭയങ്കര ഷോപ്പിംഗ് ഒന്നുമില്ല, കുറച്ച് പ്ലേറ്റ്സ് ഗ്ലാസസ് കട്ട്ലറി ഐറ്റംസും പിന്നെ കുറച്ച് അൽക്കുമിൽക്ക് സാധനങ്ങൾ. ആംസ്റ്റർഡാമിലിരുന്ന് വീഡിയോ ഇടുന്ന എന്നെ നിങ്ങൾ പട്ടാമ്പിയിൽ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നാട്ടിൽ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ എന്നോട് വന്നിട്ട് ചേച്ചീനെ കണ്ടിട്ടുണ്ട്, ചേച്ചിയുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സന്ധ്യയുടെ മോളെയും ഞാൻ പട്ടാമ്പിയിൽ 2 പ്രാവശ്യം കണ്ടുമുട്ടിട്ടോ. താങ്ക് യു ഫോർ കമ്മിങ് അപ്പ് ടു മീ ആൻഡ് ഡ്രോപ്പിംഗ് ദാറ്റ് ഹൈ. ഈ ഗ്രീൻ ടീഷർട്ടിലുള്ളത് എൻ്റെ ചെറിയച്ഛനാണ് കേട്ടോ. ഏട്ടമ്മല്ലേ, ഏട്ടമ്മയുടെ ഹസ്ബൻഡ്. ദിമൻ ഫ്രൂട്ടിയുടെ അംബാസഡറാണ്. കൊടുത്തു തീർക്ക. അപ്പൊ ഉണ്ണി നീ എനിക്ക് തന്നില്ലല്ലോ കണ്ണ. എന്താ പറഞ്ഞത്? ആംസ്റ്റർഡാമിൽ മിസ് ചെയ്യണത് നാട്ടിൽ ഭയങ്കര എൻജോയ് ചെയ്യണ ഒരു കാര്യം കേട്ടോ. എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിലല്ലോ അപ്പോൾ എല്ലാവരും ഓടിയെത്തും, കസിൻസും ഫാമിലിയും എല്ലാവരും. ഇത് അനു അപ്പുവാണ്, എൻ്റെ അങ്കിളിൻ്റെ മക്കള്. ദിഷിക്കയാണ്, പിന്നെ ഇത് ഏട്ടമ്മയും അമ്മു ചേച്ചിയും. അനു സൂൺ ടു ഗെറ്റ് മാരീഡ്. അപ്പം അവൻ കല്യാണം ക്ഷണിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. ജോലിയിലാണ്. നടക്കണം. എൻ്റെ സിസ്റ്റർ ഇൻ ലോ ശിഖ തമിഴാണ് കേട്ടോ. അവർ ഊട്ടിയിൽ നിന്നാണ്. അപ്പോൾ ഇത് ശിഖയുടെ അച്ഛനാണ്. അവർ നാളത്തെ ഫംഗ്ഷന് വേണ്ടി ഊട്ടിയിൽ നിന്ന് വന്നതാണ് കേട്ടോ. എല്ലാവരും വീട്ടിലെത്തിയപ്പോൾ കുട്ടികളെല്ലാവരും നല്ല പമ്പടപ്പും നല്ല എനർജിയാണ്. ദിവൻ്റെ മേത്ത് കടന്നു മറിയായിരുന്നു രണ്ടുപേരും. കയ്യോ അപ്പാക്കരുത് കേട്ടോ. ഓ ആശ ഇസ് എ ബിഗ് ഡൈനോസോർ നൗ. ഓ my god. इसके पहले ये सर्कस में देखा ऐसे कौन करता है? पागल हो गए सब रात को. अभी बस रात को. अभी कल सुबह बस. അമ്മയ്ക്ക് 7 സിബ്ലിങ്സ് ആണ് കേട്ടോ ഉള്ളത്. അമ്മേനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ 6 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സാണ്. അതിൽ 4 പേര് ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലല്ലോ നല്ല ഓളാണ് വീട്ടിലെല്ലാവരും കൂടി വന്നിട്ട്. അമ്മയ്ക്ക് നല്ല ധൈര്യമാണ്, നല്ല ഹെൽപ്പാണ് കേട്ടോ മേമാരൊക്കെ. ഈ കാണുന്നത് ഏട്ടമ്മയാണ്, ധനമേമ. ഞാൻ ധനമേമ എന്നാണ് വിളിക്കുക, ബട്ട് നിങ്ങൾക്ക് ഏട്ടമ്മ എന്ന പേരിലാണ് അറിയണത്. ഏട്ടമ്മയുടെ ഓയിലും മില്ലറ്റ് പൗഡറും ലഡ്ഡൂസും ഒക്കെ ഭയങ്കര പോപ്പുലറാണ്. തറവാട്ടിലാണ് കേട്ടോ മേമ താമസിക്കുന്നത്. തറവാട് തൊട്ടടുത്താണ്. ഞാൻ വേറൊരു വ്ളോഗിൽ നിങ്ങൾക്ക് എൻ്റെ തറവാടും ഏട്ടമ്മയുടെ വീടും ഒക്കെ കാണിച്ചു തരാം കേട്ടോ.
ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് പലതരം ഭാഷകൾ കേൾക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്. ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് വൈവാണ് കേട്ടോ ആകെ മൊത്തം വീട്ടിൽ. ചിലപ്പോൾ ഫണിയാണ് കേട്ടോ. ഇംഗ്ലീഷ് പറയുന്നിടത്ത് തമിഴ് പറയും, തമിഴ് പറയുന്നിടത്ത് മലയാളം പറയും, മലയാളം പറയുന്നിടത്ത് ഹിന്ദി പറയും. ആകെ മൊത്തം ഒരു അവിയൽ പരിവം. ഭംഗിയിലിട്ടുണ്ട് കേട്ടോ, മസലായിട്ടിട്ടുണ്ട്. എക്സ്പേർട്ട്, ആസ്ഥ എക്സ്പേർട്ട്. Thank you, Sundu. It's very pretty, Sundu. Nail polish போடுறாங்க ரெண்டுமே. நீங்க போட்டீங்களா? നൈസ്. നല്ല ലോങ് ആയിരിക്കും. മനു മലയാളി, ശിഖ തമിഴ്. ഇവർ രണ്ടുപേരും വീട്ടിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷ്. അപ്പോൾ ആസ്ഥയ്ക്ക് ഈ 3 ലാംഗ്വേജിലും അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ അവളുടെ കംഫർട്ട് സ്പേസ് ഇംഗ്ലീഷാണ്. ചിലപ്പോൾ മലയാളത്തിൽ സംസാരിക്കും. ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ആഹാ, അത് കണ്ടില്ലേ? നോക്കട്ടെ. ശരിയാണല്ലോ, ഡ്രൈ ആവണ്ടല്ലോ. ഇത് സ്മജ് ചെയ്തിട്ടുണ്ടല്ലോ ചുണ്ടരി. ആസ്തിയും ശിവും നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ. ഇനി ഉറങ്ങണ്ടേ നമുക്ക് കടന്നിട്ട് അല്ലേ? എന്നിട്ട് നാളെ സുന്ദൂസ് ഡ്രൈ ആയിട്ടില്ല അല്ലേ? പക്ഷെ നമുക്ക് ഇനി ഉറങ്ങി രാവിലെ നീച്ച് ഫണ്ട് ഐഡിയ അല്ലേ? അമ്മ എപ്പോഴും പറയും കേട്ടോ, ഫംഗ്ഷൻ ആകുമ്പോൾ രാവിലെ നേരത്തെ നീച്ച് അങ്ങോട്ട് റെഡി ആയി നിൽക്കുക. അപ്പം എന്താ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്തായി ചെയ്യാം. അതുകൊണ്ട് ഞാനും ഈ പ്രാവശ്യം അമ്മയുടെ കൂടെ രാവിലെ 6 മണിക്ക് നീച്ചിട്ട് തന്നെ റെഡി ആയിട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹായ്, നല്ല ഭംഗിയുണ്ട്. മൈ സെലക്ഷൻ. താങ്ക് യു. നല്ല ഭംഗിയുണ്ട്, നല്ല സെലക്ഷൻ. അപ്പോൾ അതേ ഞാനും അമ്മയും റെഡിയായി. ഇന്നത്തെ നമ്മുടെ തീം മെറൂണാണ്. അപ്പോൾ അമ്മയുടെ നല്ല മെറൂണാണ്, എൻ്റെ ബർഗണ്ടി മിക്സ് ആവണ ഒരു മെറൂണാണ്. അപ്പോൾ ഈ വീട് നിറച്ച പല ഷെയ്ഡ്സ് ഓഫ് മെറൂണാണ്. ആരുടെ മെറൂണാണ് ശരിക്കുള്ള മെറൂണാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. എൻ്റെ ബ്ലൗസ് എന്തായാലും ഒറിജിനൽ മറൂണാണ്. അത് ശരിയാണ്. ഈ മെറൂണിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഷിഖി മനു മെറൂണാണ് തീം അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ ആംസ്റ്റർഡാമിലായിരുന്നു. ഞാൻ വെച്ചാൽ നാട്ടിൽ വരുന്നു, കടയിൽ പോകുന്നു, മെറൂൺ ഡ്രസ്സ് വാങ്ങുന്നു. സംഭവം സെറ്റ്. സാരി വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. തിരഞ്ഞ് നടന്ന് തോറ്റു. പട്ടാമ്പിയിൽ എനിക്ക് കിട്ടിയില്ല. പിന്നെ മനുവും ദിബിനൊക്കെ കൂടി ഇന്നലെ കൊച്ചി ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ അവരോട് ഞാൻ അവിടെ തിരയാൻ പറഞ്ഞു. അവിടേക്ക് അവർ കാണിച്ചതൊന്നും ഒന്നും ഇഷ്ടമായില്ല. ഫൈനലി ദിബിൻ ലുലു ഫാഷനോ എവിടുന്നോ ഒരു സൽവാർ എടുത്ത് കൊണ്ടുവന്നു. മെറൂൺ അല്ല, എക്സാക്ട്ലി പേർപ്പിൾ ഷെയ്ഡ് വരുന്നൊരു സാധനമാണ്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബർഗണ്ടിഷ് മെറൂണാണ്. നമ്മൾ നീച്ച് റെഡിയായി സ്ഥിതിക്ക് നമുക്ക് ബാക്കി എല്ലാവരും കുത്തിപ്പൊക്കാം. ഞാൻ ശിവനെ കുറേ നീപ്പിച്ചു, അവൻ നീച്ചില്ല. ഫൈനലി മനു വന്ന് അവനെ നീപ്പിച്ചു, കുളിച്ച് റെഡിയായി. ഇന്നലെ ഇട്ട് നെയിൽ പോളിഷ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതേ അമ്മ അവന് നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ അൻവി സുന്ദരിയും നീച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ഇറ്റ് ടുഡേ? ഫംഗ്ഷൻ. വാട്ട് ഫംഗ്ഷൻ ഇറ്റ് ഈസ്? ഇയറിംഗ് ഫംഗ്ഷൻ. Then I don't know. She's looking at her ചേച്ചി. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിങ്കിൾ കുട്ടി, നമ്മുടെ അൻവിക്കുട്ടി. അൻവിക്കുട്ടിയുടെ കാതുകുത്താണത്. കാരണം അൻവിക്കുട്ടിയുടെ ആസ്ത ചേച്ചി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി, സാമ്പാർ, ചട്നി. അവനെടുത്ത് കഴിക്കാൻ എടുക്ക്. മാമയുടെ എടുക്കാം. അപ്പൊ എല്ലാവരും രാവിലെ ഇപ്പൊ വന്നു തുടങ്ങി. ഈ കയറി വരുന്നത് എന്റെ കസിനാണ് ടിറ്റി, ഏട്ടമ്മയുടെ മോളാണ്. പിന്നെ ഇത് എന്റെ കസിനാണ് പങ്കു. പങ്കുവിന്റെ അമ്മയാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത്, എന്റെ ഏറ്റവും ചെറിയ മേമ. ഇത് എന്റെ ഷൊർണൂരുള്ള മേമയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്റെ കസിൻസിന്റെ വൈഫ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് അമ്മു ചേച്ചി, ഏട്ടമ്മ, വല്യമ്മ ആൻഡ് ഗീ മേമ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല വലിയൊരു ഫാമിലിയാണ്. ഞാൻ പറഞ്ഞില്ലേ 8 പേരാണ് എൻ്റെ അമ്മയുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട്. അവരുടെ സ്പൗസസ്, അവരുടെ കുട്ടികൾ, എൻ്റെ കസിൻ ഗ്യാങ്ങും ഭയങ്കര വലുതാണ്. അപ്പോൾ എല്ലാവരും ഇതിലുണ്ട് കേട്ടോ. ഓരോ സീൻസിലായിട്ട് എല്ലാവരെയും കാണാം. എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താൻ നിന്ന് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആയിരിക്കും കേട്ടോ. പക്ഷെ ആരെങ്കിലും സ്പെസിഫിക്കലി അറിയണമെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ദിബിനും മനുവും ശിവും ഇന്നലെ കൊച്ചി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഷോപ്പിങ്ങിന്. അവർ മാനുവർ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള അടിപൊളി കുർത്താസൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ല ചന്തായിണ്ട് ശിവന്. ശിവന്റെ ഉടുപ്പ് അമ്മയ്ക്ക് തരുമോ? കാരണം അമ്മയ്ക്ക് നമ്മുടെ ഉടുപ്പ് വലിയ ഇഷ്ടമില്ല.
എടുക്കട്ടെ. ശിവൻ എന്താണെന്നറിയില്ല, ശിവന്റെ കുർത്ത ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അതാണ് കേട്ടോ ഈ സാഡ് ഫേസ്. ഞാനും ദിബനും പല രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യായിരുന്നു കേട്ടോ. എനിക്ക് ഈ കുർത്ത ഭയങ്കര ഇഷ്ടമായി. നന്നായിട്ട് സ്മാർട്ട് ആയിട്ടുണ്ട് അല്ലേ? എന്തിനാണ് ഇവിടെ ഈ ബട്ടൺ ഉള്ളത്? ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. എന്തിനാണ് വൈറ്റ് പാന്റ് ഉള്ളത്? ഇങ്ങനെ വാടക കണ്ടോ? ഓപ്പോളാണ് കേട്ടോ ശിവന്റെ. മാധവി എന്നാണ് പേര്. ഏട്ടമ്മയുടെ ഗ്രാൻഡ് ചൈൽഡിലാണ് കേട്ടോ. നല്ല ചന്തണ്ട്. ചേച്ചി ദിബിൻ്റെ ഫാമിലി കാണിച്ചു തരുമെന്ന് നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കേട്ടോ അവസരം കിട്ടിയത്. അപ്പോൾ ഇതാണ് ദിബിൻ്റെ അച്ഛൻ. മഞ്ചേരിയിലാണ് അച്ഛൻ താമസിക്കുന്നത്. അച്ഛൻ ഫംഗ്ഷനിൽ വന്നതാണ് കേട്ടോ. അച്ഛൻ വന്നപ്പോൾ ശിവന് ഗുഡീസൊക്കെ കൊണ്ടുവന്നായിരുന്നു, ചോക്ലേറ്റ്സ്, അവന് ഇഷ്ടമുള്ള ടോയ്സ്. അപ്പോൾ അതൊക്കെ അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ്. ദിബിന് ചേച്ചിയുടെ പേര് ദിവ്യയാണ്. ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു ആണ്. ചേച്ചിക്കൊരു മോളുണ്ട് ദേവു. ഇവർ കോയമ്പത്തൂർ സെറ്റിൽഡാണ് കേട്ടോ. ദേവുവിന് എക്സാമിലുകൊണ്ട് ചേച്ചിക്ക് വരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ചേച്ചീനെ അതിശീഘ്രം മഞ്ചേരി വ്ളോഗിൽ കാണും കേട്ടോ. നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും വീട്ടിലെത്തിയിട്ടുണ്ട്. താഴെ എല്ലാവരും സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമ്മൾ മുകളിൽ അൻവിയുടെ ഒരു കുട്ടി ഫോട്ടോഷൂട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റാർ കുട്ടിയുടെ നല്ല ക്യൂട്ടായിട്ടില്ലേ നമ്മുടെ അൻവിയുടെ ഉടുപ്പ്. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. പാവാടിയും ആ ടോപ്പും ശിഖ ഊട്ടിയിൽ നിന്ന് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ആസ്തി സെയിം ഉടുപ്പാണ് കേട്ടോ. രണ്ടുപേരും സെയിം. ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ വരുത്താം. പക്ഷേ ലോക്കൽ ഡിസൈനറുള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം ഇൻസ്റ്റാഗ്രാം പേജസിൽ നിന്ന് ചിലപ്പോൾ സമയത്തിന് സാധനം കയ്യിൽ കിട്ടില്ല. അനുഭവം ഗുരു. ശിവന് വലിയ ആഗ്രഹമായിരുന്നു അൻവിക്കുട്ടീനെ ഒന്ന് മടിയിലിരുത്തണം, ഫോട്ടോ എടുക്കണം. അങ്ങനെ ശിവും ആസ്തിയും രണ്ടുപേരും ഫോട്ടോ എടുത്തു. ഇനി നമുക്ക് നമ്മുടെ എന്തിനാ സുന്ദരിക്കറിയുന്നു? ഇനി നിങ്ങൾ ഹാപ്പി ഹാപ്പി ഡേ അല്ലേ? അല്ലേ? എനിക്ക് കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ഗിഫ്റ്റ്സ് കിട്ടുന്നത്, നിങ്ങളെ സുന്ദരിയായിട്ടുണ്ട് അല്ലേ? ഇഞ്ചുമ എനിക്ക് കുറേ ചേച്ചിൻ്റെ ഇവിടെ, കുറേ ഏട്ടൻ്റെ ഇവിടെ. looks like pre-wedding, eh? अभी हो गया उसका सब. अभी छोड़ो उसको. Pre-wedding खत्म. Pre-wedding खत्म. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാറി മറിഞ്ഞൊരു പ്ലാൻ എന്ന് ഉണ്ടായ ഒരു ഇവന്റ് ആണത്. എന്തായാലും എല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ കസിൻസും താഴെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോണ്ടല്ലോ, പണ്ടത്തെ ചൈൽഡ്ഹുഡ് മെമ്മറിക്ക് പോവാണ്. വെക്കേഷൻ കാലത്ത് തറവാട്ടിൽ അമ്മമ്മയുടെ വീട്ടിൽ 1 മാസമാണ് സ്റ്റേ. എല്ലാവരും ഒരുമിച്ച് ഇരിക്കുക, കഴിക്കുക, കളിക്കുക, അടിച്ചു പൊളി ടൈംസ് ആയിരുന്നു കേട്ടോ. അതൊക്കെ ടിപ്പിക്കൽ സദ്യ ആയിരുന്നില്ല മെനു.
ഇതെൻ്റെ നാട്ടിലെത്തിയിട്ടുള്ള ആദ്യത്തെ പൊറോട്ടയാണ്. ഇതൊരു ഐശ്വര്യമായ തുടക്കമാവട്ടെ. ഇവിടെ നിങ്ങൾ കഴിച്ച് ഞാൻ പണ്ടാരമാണ് കേട്ടെ. അങ്ങനെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കസിൻസ് ആയിട്ടുള്ള ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ഒരു ഹാങ് ഔട്ട്. കണ്ണിന് മാത്രം പറ്റില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടണം. എങ്ങനെയാ മാടപ്പെട്ടി തുറക്ക? അപ്പം ഞാൻ കാത്തിരുന്നായിരുന്നു നമ്മുടെ അടിപൊളി പ്രഷ്യസായി ഈ ഒരു മൊമെന്റ് കഴിയാൻ പോവാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ പോയി തുടങ്ങി. നാട്ടിലുള്ളപ്പോൾ അങ്ങനത്തെ ഗെറ്റ് ടുഗദേഴ്സ് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആണ്. പക്ഷേ ഞങ്ങൾ പുറത്തുള്ളവർക്ക് ഇതൊരു റെയർ ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി എ ബ്ലെസ്സിങ് ടു ബി അറൗണ്ട് യുവർ ഫാമിലി ആൻഡ് ടു ബി ഏബിൾ ടു മീറ്റ് ദം ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച കോഴിക്കോട് പോകുന്നുണ്ട്. അപ്പോൾ പുതിയ വ്ളോഗായിട്ട് കാണാം. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. ഇറ്റ്സ് ciao ciao from Tiani. ആരിരാരോ